ഹായ് എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മുട്ട ബിരിയാണിയാണ്. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നതിനും കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു ബൗളിൽ ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു വയ്ക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തോട്ട് നമ്മൾ അടിച്ചു വെച്ച മുട്ട ഒഴിച്ച് ഇതൊന്ന് ചിക്കിയെടുക്കാം. മുട്ട നന്നായിട്ട് ചിക്കിയെടുത്തു. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വലിയ പാത്രം എടുക്കാം. അതിനകത്തേക്ക് കുറച്ച് എണ്ണ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് ഒരു പിടി സവോള ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അവസാനം നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ചേർക്കാനുള്ള സവാളയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിക്കയും കൂടി ഇതുപോലെ തന്നെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. ചേർത്ത് കഴിഞ്ഞാൽ ബിരിയാണിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഇതേ പാനിൽ തന്നെ നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഒരല്പം കൂടി നെയ്യ് ഒഴിക്കണം. ഒരു 2-3 വലിയ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 3 വലിയ സ്പൂൺ, അതായത് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തത്. ഇനി ഇതിൽ 2 കഷ്ണം പട്ട, 6-7 ഗ്രാമ്പു, 4-5 ഏലക്ക, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, നമ്മൾ തോരനൊക്കെ ചേർക്കുന്ന ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു 3 സവോള നീളത്തിന് കനം കുറച്ച് അരിഞ്ഞതിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള ഇതുപോലെ നന്നായിട്ട് വാടി വന്നു കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളകും ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചുവയൊക്കെ മാറണം. സവോള ഇതുപോലെ നല്ലതായിട്ട് നിറം മാറി വരണം കേട്ടോ. ഇനി ഇതിൽ നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. പൊടികളുടെ ആ ഒരു പച്ചപ്പ് മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിൽ 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ 2 ചെറിയ തക്കാളിയാണ് എടുത്തത്, വലുതാണെങ്കിൽ ഒരെണ്ണം മതി. തക്കാളി നന്നായിട്ട് വെന്ത് ഉടയണം. വേണമെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പൊടികൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കാം. വെള്ളം കൂടി പോകണ്ട. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് മസാലയുടെ കൂടെ ചേർന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2 വലിയ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക. അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത്. 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു. ഒരു വലിയ പിടി പുതിന ഇലയും അത്രയും തന്നെ മല്ലിയിലയും ചേർക്കുക. ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് തീ കുറച്ച് വെക്കണം കേട്ടോ. തൈര് ചേർക്കുന്ന സമയത്ത് തീ കുറച്ച് വെക്കണം. ഇനി ഇതിനകത്ത് നമ്മൾ നേരത്തെ ചിക്കി വെച്ച മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അരി ചേർക്കാം. ഞാനിവിടെ 3 കപ്പ് ബാസ്മതി അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അരി കുതിർത്ത് അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇത് നമ്മൾ വെള്ളം വറ്റിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ കുതിർത്തിട്ടില്ലെങ്കിൽ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടത്തില്ല. അപ്പോൾ അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാം. അരി പൊടിഞ്ഞൊന്നും പോവാതെ ശ്രദ്ധിച്ചൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. ഞാനിപ്പോൾ ഈ 3 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അതായത് എത്ര അരി എടുക്കുന്നോ അതിനേക്കാളും 2 കപ്പ് കൂടുതൽ വെള്ളം. അങ്ങനെയാണ് ഞാൻ സാധാരണ ഒഴിക്കാറുള്ളത്. പക്ഷെ നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ബാസ്മതി അരിക്ക് കൂടുതൽ വേവ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും മാറ്റം വരുത്താം. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഞാൻ 5 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചത്. നല്ല ചൂട് വെള്ളം തന്നെ വേണം കേട്ടോ. ഇനി ഇതിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരല്പം കൂടുതലായിട്ട് തോന്നണം. എന്നാലേ ഈ ചോറ് വെന്ത് വരുമ്പോൾ അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പം ഞാനിത് നല്ല ഹൈ ഫ്ലെയിമിൽ തീ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി.
ഇപ്പോൾ ദേ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, അരി പൊടിഞ്ഞു പോവാതെ പതുക്കെ ഇളക്കിയാൽ മതി കേട്ടോ. താഴെയുള്ള റൈസൊക്കെ ഒന്ന് മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതുപോലെ പതുക്കെ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കാം. ഈ മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ ഈ ബാക്കിയുള്ള കുറച്ചും കൂടി വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് ഫ്ലെയിം കുറയ്ക്കണം. അപ്പോൾ കണ്ടോ, 5 മിനിറ്റും കൂടി കഴിഞ്ഞപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാൻ തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ചു. ഇനി സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഇതൊന്നിങ്ങനെ ഇളക്കി വെച്ച് കൊടുക്കുക. അരി പൊടിഞ്ഞു പോകാതെ പതുക്കെ ചെയ്യണം. താഴെയുള്ള റൈസൊക്കെ ഒന്നിങ്ങനെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് വീണ്ടും അടച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 10-15 മിനിറ്റ് വെക്കുമ്പോൾ ഈ റൈസ് നന്നായിട്ട് വെന്ത് വരും. കണ്ടോ, ഇപ്പോൾ ആ വെള്ളമൊക്കെ ഫുള്ള് വറ്റി റൈസ് ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റും കൂടി നമ്മൾ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. അപ്പോഴേക്കും അത് പാകത്തിന് വെന്തോളും. ഇത് വേവിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ അരി പാകത്തിന് വെന്ത് കിട്ടത്തില്ല എന്ന് വിചാരിച്ച് കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ഞാൻ പറഞ്ഞ പോലെ ഈ ഫ്ലെയിം കുറച്ച് വെച്ച് ചെറിയ തീയിലിട്ട് വേവിച്ചെടുത്താൽ മതി. കറക്റ്റ് ആ വെള്ളത്തിൽ തന്നെ അത് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുട്ട വെച്ച് കൊടുക്കാം. ഞാനൊരു 4 പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് ഇങ്ങനെ ഒന്ന് ഈ റൈസിൻ്റെ മുകളിലോട്ട് വെക്കുവാണ്. മുട്ട ചിലർ ഒന്ന് ഫ്രൈ ചെയ്തും വെക്കാറുണ്ട് കേട്ടോ. ഈ പുഴുങ്ങിയ മുട്ട തന്നെ ജസ്റ്റ് എണ്ണയിലൊന്ന് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തും വെക്കാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഞാൻ മുട്ട പുഴുങ്ങിയത് അതുപോലെ തന്നെ വെച്ച് വെക്കാണ്. ഇനി ഇതിൽ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച സവോളയും കാഷ്യൂനട്ടും ഉണക്കമുന്തിരിങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, ലാസ്റ്റ് ഒരല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ഒഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇത് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റും കൂടി ഇങ്ങനെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും നമ്മളിപ്പോൾ ചേർത്ത സാധനങ്ങളുടെയൊക്കെ ഒരു ഫ്ലേവറൊക്കെ വന്നിട്ട് ബിരിയാണി നല്ല പാകത്തിന് റെഡിയായി കിട്ടും. ഓക്കെ, 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല അടിപൊളി മുട്ട ബിരിയാണി റെഡി. റൈസ് ഒന്നും ഒട്ടും കുഴഞ്ഞു പോകാതെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനിത് ഫുൾ ഇളക്കുന്നില്ല. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ. അപ്പോൾ ഈ ആവി പറക്കുന്ന ആ ചൂടങ്ങ് മാറിക്കഴിയുമ്പോഴാണ് അരി കറക്റ്റ് പാകത്തിന് കിട്ടുന്നത്. ഈ സമയത്ത് നല്ല ചൂടുള്ളതുകൊണ്ട് കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ബിരിയാണിയുടെ നല്ല ചൂടൊക്കെ അങ്ങ് മാറി. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലോട്ട് എടുക്കാം. കണ്ടോ, ചോറൊക്കെ കണ്ടോ, ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. നമ്മൾ വെള്ളം വറ്റിച്ചെടുത്തതായതുകൊണ്ട് തന്നെ ആ ചോറിലോട്ട് നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ, ഉറപ്പായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.